നമ്മൾ ഇലന്തൂർ എന്ന് പറയുന്ന സൈറ്റിൽ പൈപ്പിടിയിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ഷെയ്ഡിൽ പൈപ്പിടിയിലാണ്. ഇവിടെ ഷെയ്ഡിൽ നമ്മൾ ഈ കമ്പിയുടെ അടിയിൽ കൂടാണ് പൈപ്പ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. ലൈറ്റാണ്, സാധാ ജംഗ്ഷൻ ലൈറ്റ് കൊടുക്കാനാണ് ഉദ്ദേശം. സാധാ നമ്മൾ 20യുടെ ജംഗ്ഷനാണ് വെക്കുന്നത്. ജംഗ്ഷനിലടി 3 വാട്ട്സിൻ്റെ LED ബൾബാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മൊത്തം ഒരു 1700 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇതിൻ്റെ ഷെയ്ഡ് വാർപ്പായപ്പോൾ തന്നെ നമ്മൾ വന്ന് പൈപ്പ് ഇടുന്നു. കൂട്ടുകാരെ, ഷെയ്ഡിൽ 2 തരത്തിൽ പൈപ്പ് ഇടാം. ഓഫ് സെറ്റ് അടിച്ചു വിടാം, അടിയിൽ കൂടിയും ഇടും. അടിയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഇതുപോലെ പിടിച്ച് കെട്ടിയാൽ മതി കേട്ടോ. പൈപ്പ് പിടിച്ച് കെട്ടുന്നതിൽ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷൻ കിട്ടുന്നതിലും പിശുക്കുണ്ടാവും കേട്ടോ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തലവേദനയും പിന്നീട് ഉണ്ടാവത്തില്ലല്ലോ. അനങ്ങത്തില്ല പൈപ്പ്. നമ്മൾ ഈ കൊടുക്കുന്ന ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണോ ആ ഭാഗത്തേക്ക് നമ്മളൊരു പൈപ്പ് അടിച്ചിടും കേട്ടോ. നമ്മൾ ഈ പുറത്തെ ഷെയ്ഡിന് കൊടുക്കുന്ന ലൈറ്റിലേക്ക് വേറെ ഒരൊറ്റ വയറ് ആഡ് ചെയ്യത്തില്ല കേട്ടോ. കാരണം ഈ ചെറിയ ഇൻഡക്ഷൻ കാരണം ഈ ലൈറ്റ് കത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാ ജംഗ്ഷന്റെ അടിയിലും ന്യൂസ് പേപ്പർ കയറ്റി വെക്കണം കേട്ടോ. നമുക്കതൊരു അടയാളമായിരിക്കും. ചിലപ്പോൾ ഇത് ഈ കോൺക്രീറ്റിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ന്യൂസ് പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ പൈപ്പ് ഇടുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. പിടിച്ച് നിർബന്ധമായിട്ടും കെട്ടിയിരിക്കണം. എടാ മഴ പെയ്തു, എല്ലായിടത്തും ന്യൂസ് പേപ്പർ വെച്ചോ. കൂട്ടുകാർ, നമ്മൾ ഏത് സൈറ്റിൽ പോയാലും നമ്മുടെ കൂടെ മിനിമം ഒരാളെങ്കിലും ഉണ്ടാവും. കാരണം നമ്മുടെ വർക്ക് അതുപോലെ റിസ്ക് പിടിച്ചതാണ്. ഇലക്ട്രിക്കലും പ്ലംബിങ്ങും രണ്ടിനും അതുപോലെ റിസ്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവണം. നമ്മുടെ വർക്കിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ വീട്ടുകാരെ അറിയിക്കാൻ പറ്റുന്ന പ്രാപ്തരായ ആൾക്കാരായിരിക്കണം. അതുപോലെ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളും പ്രാപ്തരായിരിക്കണം. കെട്ടി കഴിഞ്ഞാൽ അനങ്ങത്തില്ല, അവിടെ ഇരുന്നോളൂ. അങ്ങനെ എന്തായാലും നമ്മുടെ പൈപ്പിടിയിലൊക്കെ കഴിഞ്ഞു. കട്ടളയുടെ കനമൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു. നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ തൊട്ട് പുറകിലുണ്ട് കേട്ടോ. എന്തായിരുന്നാലും നമുക്ക് തൽക്കാലം അദ്ദേഹത്തോട് കൈ കൊടുത്ത് പിരിയാം. അടുത്ത തവണ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. Good morning.